ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കിട്ടിലൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. 10 മിനിറ്റിൽ നമുക്കിതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ കൊണ്ടാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ വേഗം റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വറുത്ത റവ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത റവ എടുത്താലും കുഴപ്പമില്ല. അതിലേക്ക് ഞാൻ 2 കപ്പ് തന്നെ പാല്, പശുമ്പാൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് എടുക്കാം. മിക്സ് ആക്കിയിട്ട് അതവിടെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പം നിങ്ങളുടെ അടുത്ത് എന്താ പറയുക, അഴുക്കില്ലാത്ത ശർക്കരയാണെങ്കിൽ ഉരുക്കിയെടുക്കണ്ട കേട്ടോ. ഡയറക്റ്റ് നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കും. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് അഴുക്കുള്ള ശർക്കര ആയതുകൊണ്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയിട്ട് ഞാൻ അരിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഈ ബ്രാൻഡിൽ അത്യാവശ്യം അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഉരുക്കിയെടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉരുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിവിടെ തേങ്ങാക്കൊത്തിന് പകരം ഇടുന്നത് കപ്പലണ്ടിയാണ്. തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള കപ്പലണ്ടി സൈഡിലിരിക്കട്ടെ കേട്ടത്. ഇനി നമ്മളൊരു മിക്സിക്ക് 2 നേന്ത്രപ്പഴം ഇതേപോലെ വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ഏലക്കായ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടില്ലേ, പാലിൽ കുതിർത്ത് വെച്ചിട്ടുള്ള റവ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നമ്മളുടെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര, അപ്പം നിങ്ങൾക്ക് ചീകിയ ശർക്കരയാണെങ്കിൽ ഡയറക്റ്റ് അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റാണ്. ഇനി നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള കപ്പലണ്ടി അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് എള്ള് ചേർക്കുന്നവരുണ്ട്, ചുക്കുപൊടി ചേർക്കുന്നവരുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തേങ്ങാക്കൊത്താണ് ഇഷ്ടമെങ്കിൽ അതൊന്ന് നെയ്യിൽ വറുത്തിട്ട് ഇടണം കേട്ടോ, തേങ്ങാക്കൊത്ത്. അപ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുള്ളൂ. പക്ഷേ ഈ കപ്പലണ്ടി ചേർത്തുണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഈ ഒരു കഷ്ണം നെയ്യ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, എല്ലാത്തിലേക്കും ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ. ഇത് അടിച്ചുടനെ തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഇനി ഓരോ കുഴികളിലായിട്ട് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് വരില്ല കേട്ടോ. അപ്പോൾ മാക്സിമം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ടിട്ട് നോക്കാം. അതായത് ഒന്ന് ബ്രൗൺ കളർ ആയതിന് ശേഷം ഇത് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. പെട്ടെന്ന് പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് അടിപൊളി റെസിപ്പി അല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.